ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിച്ചിരുന്നത് നമ്മുടെ ബീറ്റയുടെ ഫ്രൈസിനെ വളർത്തിയ ടാങ്കിൽ മൊയിനയും കൂടെ വളരുന്നതാണ്. അപ്പോൾ മൊയിന ഒരിക്കലും ബീറ്റയുടെ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓവറായിട്ട് ഫീഡായിട്ട് വരുന്ന മൊയിനയൊക്കെ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ആൽഗേസും അതുപോലെ ബദാം ലീഫിൻ്റെ ഇതെല്ലാം ഇട്ട് മൈക്രോവേംസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നാച്ചുറലായിട്ട് മൊയിന ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയ മൊയിനയാണ് തിന്നാനും പറ്റും. അതുപോലെ തന്നെ ഇവയ്ക്ക് ഒരു ഫുഡ് കോമ്പിനേഷനായിട്ട് ആവട്ടെങ്കിൽ അതിനകത്ത് കിടന്നോളുകയും ചെയ്യും. കൂടുതൽ വെള്ളം ചീത്തയാവുന്നത് മൊയിന് തന്നെ നോക്കിക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ വളരുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഫീഡ് ചെയ്യാൻ മറന്നാലും നമുക്കതിനെ കുറച്ച് ദിവസം വരെ അതിനൊരു കുഴപ്പമില്ലാതെ ഫീഡ് ഓൾറെഡി അതിനകത്ത് ഇട്ടേക്കുന്നത് പോലെ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നല്ലപോലെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നമ്മുടെ അക്വാറിയത്തിലുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൽ ബീറ്റയും ഉണ്ട്. മെയിൽ ബീറ്റ അധികം ഫുഡ് കഴിക്കില്ല, കാരണം ഈ ഒരു ബ്രീഡിങ് ടൈമിൽ അവ ഫുഡ് കുറവാണ് കഴിക്കുക, കുഞ്ഞുങ്ങൾ വലുതായി വരുന്നവരെ. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി മൊയിനയുടെ കുഞ്ഞുങ്ങളുള്ള കാരണം നമ്മൾ ഇതിനധികം ഫീഡ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ചെറിയ ഫീഡുകൾ കൊടുക്കാറുണ്ട്, അതായത് ഇൻഫുസോറിയം അതുപോലെ തന്നെ മൈക്രോവേം അത് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളായതുകൊണ്ട് അവറ്റങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടാനായിട്ട് നമ്മളത് കൊടുക്കും. പിന്നെ മൊയിനയുടെ കുഞ്ഞുങ്ങളെ അവർ നോർമലായിട്ട് തിന്നോളും. ബീറ്റ് എപ്പോഴും അറ്റാക്ക് ചെയ്ത് തിന്നുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ലൈവായിട്ടുള്ള ഫീഡുകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും, ഹെൽത്തി ആയിരിക്കും. താങ്ക്